പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വന്നവര് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാ കാര്യങ്ങളുടെ പോക്ക്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെയൊക്കെ വെളിപ്പെടുത്തലും ഒക്കെ വന്നപ്പോൾ, ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളുണ്ട്. എന്തും മുഖത്ത് നോക്കി തുറന്നടിച്ചു പറയുന്ന പാരമ്പര്യമുള്ള ഗുരുക്കന്മാരുടെ അവസാനത്തെ പേരാണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. പൃഥ്വിരാജ് ഒന്നും അറിയുന്നില്ലേ? എന്താ സംഭവം? പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോ ഡാഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. എന്റെ ഭഗവാനെ, ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും. ആദർശവും പുരോഗമന ചിന്താഗതിയും ഒക്കെ പ്രസംഗത്തിൽ മാത്രം പോരാ. അതിനിപ്പോഴല്ലേ ഇങ്ങനെ ഒരു കുരിശ് ഞാൻ തന്നെ അറിയണത്. ഉരുളല്ലേ. സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് മയക്കുമരുന്ന് കലർത്തിയ ശീതളപാനീയം നൽകി മയക്കി ലൈംഗിക പീഡനം നടത്തിയെന്നാണ് ഇവരുടെ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിൽ. ഏതായാലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകരമാണ് ഇവിടുത്തെ അന്തരീക്ഷം. ഇവനാണ് മോശമില്ലല്ലോ, ഇവ പെണ്ണുപിടുത്തക്കാരനാ, ഇവന് വീട്ടിലെടുത്താൻ കൊള്ളത്തില്ല. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? എന്ത് കാരണം കൊണ്ടാലും ശരി, ഒരു പെൺകുട്ടിയോട് ഒരിക്കലും ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല. 2023 ഹൈദരാബാദ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി നൽകിയിരുന്നു. സംഭവം നടന്ന ശേഷം പൃഥ്വിരാജിന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു. അത് അന്നെന്തെങ്കിലും ഗുലുമാലൊപ്പിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്നറിഞ്ഞൂടാന്ന് ഭാവിക്കാന്ന് ആർക്കറിയാം. പൃഥ്വിരാജ് അറിഞ്ഞ പൃഥ്വിരാജ്, അതായത് ഈ സിനിമ ഞാൻ കേസ് കൊടുത്ത സമയത്ത് ഞാൻ ആദ്യം ഫെബ്കേനെയാണ് പറയുന്നത്. പക്ഷെ ഫെബ്കേന്ന് എനിക്കൊരു നടപടിയും ഉണ്ടായില്ല. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു വഴിക്കാക്കി തരാം, താൻ ധൈര്യമായിട്ട് പൊക്കും. അപ്പോഴും പൃഥ്വിരാജിന്റെ എമ്പുരാന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു ലേ ലഡാക്കിൽ വെച്ച്. അപ്പൊ ആ ഷൂട്ടില് ഈ വ്യക്തി പിന്നെയും പോയി. മുകുന്ദകൃഷ്ണൻ ഇത് ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാൽ അത് എന്റെ പിന്നിലേക്ക് വരൂ. സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് അമ്മ അടക്കമുള്ള സംഘടനകൾക്ക് വീഴ്ച പറ്റി എന്ന് തുറന്നു പറഞ്ഞ പൃഥ്വിരാജ് സംവിധായകനായ ഒരു ചിത്രത്തിലെ സെറ്റുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു പീഡന പരാതി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കുഞ്ഞമ്മേ, സത്യത്തിന്റെ മുഖം പലപ്പോഴും സുന്ദരമായിരിക്കില്ല. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. ഈ ബ്രോഡാഡിയുടെയും അതേപോലെ തന്നെ ഈ സിനിമയുടെയും ചീഫ് അസോസിയേറ്റ് ഒരാൾ തന്നെയാണ്. അപ്പൊ ആ ചീഫ് അസോസിയേറ്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ആ സാറ് മാത്രമാണ് ഈ സിനിമയിൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. അയ്യോ, തങ്കമായ മനുഷ്യനല്ലേ. പൃഥ്വിരാജിന്റെ മാനേജറിന്റെ അടുത്ത് പറഞ്ഞു, പൃഥ്വിരാജ് അറിഞ്ഞു. അത് കഴിഞ്ഞ് ചീഫ് അസോസിയേറ്റ് പറഞ്ഞിട്ട് അന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് ഞാൻ അറിഞ്ഞു. ആ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് ഭാഗ്യം. അന്വേഷിക്കേണ്ട സമയത്ത് അന്വേഷിച്ചിരുന്ന ഈ പാടുവല്ലും പെടായിരുന്നോ? ചിലരുടെ ജാതകം അങ്ങനെയാ, മുട്ടുമ്പോഴേ ഇടം തേടൂ, കിട്ടുമ്പോ വൈകുകയും ചെയ്യും. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ.